സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിനായി കുറഞ്ഞ വിലയ്ക്കുള്ള അരി മാർച്ച് 10 മുൻപ് സംസ്ഥാനത്തെത്തുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബംഗാളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അരി കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്യും. അതിരപ്പള്ളി പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പുരോഗമിക്കുന്നതായി മന്ത്രി എം മണി സഭയെ രേഖാമൂലം അറിയിച്ചു. വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് കൺസ്യൂമർ ഫെഡിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുന്നത്. മാർച്ച് 10 മുമ്പായി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന അരി കൺസ്യൂമർ ഫെഡിന്റെ ഷോറൂമുകളിൽ എത്തിക്കും. ബംഗാളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കുമെന്നും സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു. 2000-ഓളം പുതിയ നീതി സ്റ്റോറുകൾ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. 418 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച കൺസ്യൂമർ ഫെഡിനെ ലാഭത്തിലെത്തിച്ചതായി മന്ത്രി വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ അരിയുടെ വില കൃത്യസമയത്ത് കൊടുക്കാത്തതിനാൽ മില്ലുകൾ കേരളത്തിന് അരി നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതിരപ്പള്ളി പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തുടരുകയാണെന്ന് N. ഷംസുദ്ദീൻ MLAയുടെ ചോദ്യത്തിന് മറുപടിയായി വൈദ്യുതി മന്ത്രി M. മണി സഭയെ രേഖാമൂലം അറിയിച്ചു. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി M. മണി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഗോശ്രീ പാലത്തിന് സമീപം കായലിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തി. ഇതിനിടെ പ്രതികളുമായി പോലീസ് അമ്പലപ്പുഴയിലെത്തി തെളിവെടുപ്പ് നടത്തി. സുനിൽകുമാറിന്റെ സുഹൃത്ത് മനുവിന്റെ വീട്ടിൽ നിന്നും ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി പ്രതികളുമായി ഗോശ്രീ പാലത്തിലെത്തി തെളിവെടുപ്പ് നടത്തി. നടിയെ ആക്രമിച്ച ശേഷം മടങ്ങവേ പാലത്തിൽ നിന്നും കായലിലേക്ക് മൊബൈൽ എറിഞ്ഞുകളഞ്ഞതായി മുഖ്യപ്രതി സുനിൽകുമാർ മൊഴി നൽകിയിരുന്നു. പ്രതി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കായലിൽ വിശദമായ തിരച്ചിൽ നടത്തി. ഇതിനായി നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പോലീസിന് ലഭിച്ചു. ഏറെ നേരം കായലിൽ പരിശോധന നടത്തിയെങ്കിലും മൊബൈൽ കണ്ടെടുക്കാനായില്ല. തിരച്ചിൽ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടെ സുനിൽകുമാറിന്റെ സുഹൃത്തും മനുവിന്റെ അമ്പലപ്പുഴയിലെ വീട്ടിൽ നിന്നും ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും പോലീസിന് ലഭിച്ചു. കക്കാഴത്തെ മനുവിന്റെ വീട്ടിൽ സുനിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോഴായിരുന്നു ഇവ ലഭിച്ചത്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൃത്യത്തിന് ശേഷം അമ്പലപ്പുഴയിലെത്തിയ പ്രതികൾ മനുവിന്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികൾ മനുവുമൊത്തുപോയ കടൽ തീരത്തും ഇരുവരെയും എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ പ്രതികളെ കാണാനും മറ്റുമായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. സുനിൽകുമാർ സ്വർണ്ണമാല പണയം വെച്ച കായംകുളത്തെ സ്വകാര്യ ബാങ്കിൽ നിന്നും രേഖകളും സ്വർണ്ണമാലയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ. ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് വൃദ്ധ ദമ്പതികൾ സമർപ്പിച്ച പരാതിയിന്മേലുള്ള തെളിവെടുപ്പിനായി നടൻ കോടതിയിൽ ഹാജരായി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന് മുന്നിലാണ് ധനുഷ് നേരിട്ട് ഹാജരായത്. തിരിച്ചറിയൽ അടയാളങ്ങളുടെ പരിശോധനയ്ക്കായി അമ്മ വിജയലക്ഷ്മിക്കൊപ്പമാണ് താരം കോടതിയിൽ എത്തിയത്. തമിഴ് സൂപ്പർ താരം ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് വൃദ്ധ ദമ്പതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ധനുഷ് കോടതിയിൽ നേരിട്ട് ഹാജരായത്. മേലൂരിലെ മണ്ണാമ്പട്ടി ഗ്രാമത്തിൽ നിന്നുള്ള കതിരേശൻ മീനാക്ഷി ദമ്പതികളാണ് ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നത്. ധനുഷ് കോടതിയിലെത്തിയപ്പോൾ സർക്കാർ ഡോക്ടറോടും മധുര ബെഞ്ചിന്റെ രജിസ്ട്രാറോടും ശരീരത്തിലെ മറുകുകൾ പരിശോധിക്കാൻ ജസ്റ്റിസ് ചൊക്കലിംഗം ആവശ്യപ്പെടുകയായിരുന്നു. രജിസ്ട്രാറുടെ ചേംബറിലായിരുന്നു ശരീരപരിശോധന. ശരീരത്തിലെ അടയാളങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഡോക്ടറുടെ സ്ഥിരീകരണത്തിനായി വിട്ടിരിക്കുകയാണ്. മാതാവ് വിജയലക്ഷ്മിക്കൊപ്പമാണ് ധനുഷ് കോടതിയിലെത്തിയത്. കഴിഞ്ഞയാഴ്ച വാദം കേൾക്കുന്നതിനിടെ നടന്റെ വിദ്യാഭ്യാസ രേഖകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. ധനുഷിന്റെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും TCയുമാണ് കോടതിയിൽ നൽകിയത്. ഈ സർട്ടിഫിക്കറ്റുകൾ പ്രകാരം ധനുഷ് പഠിച്ചത് ചെന്നൈയിലാണ്. എന്നാൽ വൃദ്ധ ദമ്പതികൾ ആദ്യം മേലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതി നൽകിയിരുന്നത്. 1985 നവംബർ 7-നാണ് ധനുഷ് ജനിച്ചതെന്നും ദമ്പതികൾ പറയുന്നു. ധനുഷ് തങ്ങളുടെ മകനാണെന്ന് തെളിയിക്കുന്ന നിരവധി രേഖകളും ദമ്പതികൾ ഹാജരാക്കിയിരുന്നു. എന്നാൽ ദമ്പതികളുടെ കീഴ്ക്കോടതിയിലെ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനുഷ് മധുര ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ധനുഷിന്റെ സ്കൂൾ രേഖകൾ ഹാജരാക്കാൻ മധുര ബെഞ്ച് ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടത്. എന്നാൽ ധനുഷ് ഹാജരാക്കിയ സ്കൂൾ രേഖകളിൽ ശരീരത്തിലെ തിരിച്ചറിയൽ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ധനുഷ് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. അതേസമയം സിനിമാ രേഖകൾ ഉൾപ്പെടെ മറ്റു ചില രേഖകളും ധനുഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു. സംവിധായകൻ കസ്തൂരി രാജയും വിജയലക്ഷ്മിയുമാണ് ധനുഷിന്റെ മാതാപിതാക്കൾ. എന്നാൽ കലയേരശൻ എന്നാണ് ധനുഷിന്റെ പേരെന്നും പഠനകാലയളവിൽ ധനുഷ് നാടുവിട്ടതാണെന്നും വൃദ്ധ ദമ്പതികൾ പറയുന്നു. ധനുഷ് പ്രതിമാസം 65,000 രൂപ ചെലവിന് തരണമെന്നാണ് വൃദ്ധ ദമ്പതികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം വിതുര മരുതാമലയിൽ കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാട്ടാന ചെരിഞ്ഞു.
അടിപ്പറമ്പ് വനമേഖലയിലാണ് കുട്ടിക്കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം ആനയ്ക്ക് സാരമായ പരിക്കുകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ടും വനംവകുപ്പ് ഫലപ്രദമായ ചികിത്സ നൽകിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാട്ടിൽ നിന്ന് വെള്ളം തേടി നാട്ടിലെത്തിയ കുട്ടിക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് മരുതാമലയിൽ കുളത്തിൽ വീണത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചുവെങ്കിലും ഇന്ന് 10 മണിയോടെ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആന തീർത്തും അവശനായ നിലയിലായിരുന്നിട്ടും ഫലപ്രദമായ ചികിത്സ നൽകാൻ വനംവകുപ്പ് തയ്യാറാകാതിരുന്നതാണ് മരിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രദേശവാസി ജയരാജൻ: അവർ ഫോറസ്റ്റുകാർ വന്നിട്ട് അതിൻ്റെ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മാരകമായ മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ടും അതവർ മൈൻഡ് ചെയ്യാതെ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ തന്നെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഗതികേട് ഈ ആനയ്ക്കുണ്ടാവില്ലായിരുന്നു. 10 വയസ്സ് പ്രായമുള്ള കൊമ്പന് ദേഹത്ത് സാരമായ മുറിവുകളുണ്ടായിരുന്നു. മറ്റു കൊമ്പന്മാരുടെ കുത്തേറ്റതാകാം കാരണമെന്ന് കരുതുന്നു. മുൻകാലിന് മുകളിലും ചെവിയിലും പിൻകാലിന്റെ പിന്നിലും ഉൾപ്പെടെ 8ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏഴിമല നാവൽ അക്കാദമി പരിസരത്തെ വീടുകളിലെ കിണറുകളിൽ വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാനാകാത്ത അവസ്ഥയാണ്. നാവൽ അക്കാദമിയുടെ മാലിന്യ പ്ലാന്റിൽ നിന്നും ഒഴുകുന്ന മലിനജലം കിണറുകളിൽ എത്തി തുടങ്ങിയതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ഏഴിമല നാവൽ അക്കാദമിയുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇന്ന് ശുദ്ധജലത്തിനായി കേഴുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഇവരെ വരൾച്ച ബാധിച്ചിട്ടില്ല. എന്നാൽ ശുദ്ധജലമൊട്ട് കിട്ടാനുമില്ല. നാവൽ അക്കാദമിയുടെ മാലിന്യ പ്ലാന്റിൽ വന്ന ചോർച്ചയാണ് ഈ പ്രതിഭാസത്തിന് കാരണം. നാവിക അക്കാദമിയിലെ കക്കൂസ്, അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിൽ നിന്നും മലിനജലം കിണറുകളിലെത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രശ്നം രൂക്ഷമായതോടെ 60-ലേറെ വീട്ടുകാരുടെ ജീവിതാവസ്ഥയും ഏറെ പരിതാപകരമായി. മഴക്കാലം പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും കിണറുകളിൽ മലിനജലം എത്തുമെന്ന ഭീതിയാണിവർക്ക്. ഇതോടെ നാവൽ അക്കാദമിയിലേക്ക് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി എത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ, വാട്ടർ അതോറിറ്റിയുടെ ഒന്നിന്റെയും ഒരു അനുമതിയും വാങ്ങാതെയാണ് ഒഴുകി വരുന്ന കക്കൂസിലെയും ഒഴുകി വരുന്ന അടുക്കളയിലെയും ഒഴുകി വരുന്ന മറ്റിതര മലിനജലവുമെല്ലാം ഒത്തുചേരുന്ന ഒരു കുളമെന്ന നിലക്കല്ലാതെ ശാസ്ത്രീയമായ ഒരു ശുദ്ധീകരണ പ്ലാന്റും ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കഴിഞ്ഞു. ആരോഗ്യവകുപ്പും കലക്ടറും സ്ഥലം സന്ദർശിച്ച് വെള്ളം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് മാത്രമേ ഇനി ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളാനാവൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.